ധനഹ രണ്ടാം തിങ്കൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന. തൻ്റെ ഇഹലോകവാസം കഴിഞ്ഞ് പിതാവിൻ്റെ അരികിലേക്ക് പോകാൻ സമയമാണെന്നറിഞ്ഞ യേശു പിതാവിൻ്റെ മുമ്പിൽ അർപ്പിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ് യോഹന്നാൻ 17-ാം അധ്യായം മുഴുവൻ നാം കാണുക. ഒന്നാം ഭാഗം യേശു തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. രണ്ടാം ഭാഗത്തിൽ തന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാം ഭാഗത്തിൽ വചനമനുസരിച്ച് ജീവിക്കുകയും ഭാവിയിൽ തന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന സഭാമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മൂന്ന് ഭാഗത്തിലും മുന്നിട്ട് നിൽക്കുന്ന സുപ്രധാന ചിന്ത ഐക്യജീവിതമാണ്. തൻ്റെ അനുയായികൾക്കുണ്ടാകേണ്ട ആദ്യ യോഗ്യത അവർ തമ്മിലുള്ള ഐക്യവും സ്നേഹവുമാണ്. സഭയിലെ അനൈക്യം എല്ലാ അതിരുകളും നഷ്ടപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ കാണുന്നത്. ഐക്യജീവിതത്തിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃക യേശുവും പിതാവുമായുള്ള ഐക്യജീവിതം തന്നെയാണ്. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് നൽകിയ മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. എന്താണ് ദൈവം യേശുവിന് നൽകിയ മഹത്വം? അവിടുത്തെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ്. കുരിശുമരണം തന്നെയാണ്. തിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസാ സമർപ്പിക്കുന്നതാണ്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. രണ്ടാമതായി, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോഴാണ് ഒരാൾ മഹത്വീകൃതനാകുക. കാരണം അപ്പോഴാണ് ഒരാൾക്ക് ദൈവഹിതം നിറവേറ്റാൻ വരം ലഭിക്കുക. അതുവരെയും അവർക്ക് ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. പന്തക്കുസ്ത അവരെ പുതിയ മനുഷ്യരാക്കി. അവരിലൂടെ ദൈവം മഹത്വീകൃതനായി.